ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായവുമായി ദേവസ്വം ബോർഡ്. വിവരാവകാശ രേഖയിലും ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച പഞ്ചാംഗത്തിലുമാണ് ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയത്. ജനം എക്സ്ക്ലൂസീവ്. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിലെ മൂലവിഗ്രഹം ഏതു വസ്തുവിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ തേടിയത്. ലഭിച്ച മറുപടിയിൽ ക്ഷേത്രവസ്തുക്കളുടെ പട്ടികയിൽ മൂലവിഗ്രഹം സാളഗ്രാമം എന്നാണ് ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയത്. അതേസമയം യുഗയുഗാന്തരങ്ങളായി ഗുരുവായൂർ മൂലക്ഷേത്ര വിഗ്രഹം പാതാള അഞ്ജനശില എന്ന അപൂർവ വസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നു പറയുന്നതും 2024 ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര പഞ്ചാംഗത്തിലാണ്. പാതാള അഞ്ജനശില എന്നതിന് അഞ്ജനക്കല്ല് എന്ന നിർവചനവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്ന പഞ്ചാംഗത്തിൽ നൽകിയിരിക്കുന്നു. സാളാഗ്രാമം കൃഷ്ണശിലയ്ക്ക് തുല്യമായ കല്ലാണെന്നാണ് ദേവപണ്ഡിതന്മാരായിട്ടിന്ന് ജീവിച്ചിരിക്കുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ പല ബ്രാഹ്മണ ഗ്രഹങ്ങളിലും കൃഷ്ണശിലയ്ക്ക് തുല്യമായിട്ട് അത് ആരാധിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സാളാഗ്രാമമാണ് എന്ന് പറയുന്ന ദേവസ്വം തന്നെ ഈ വർഷത്തെ പഞ്ചാംഗത്തിലെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അത് പാതാള അഞ്ജനശില അഥവാ അത് അഞ്ജനക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, കോടിക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂരിലുള്ളത്. ഗുരുവായൂരിലെ ഭക്തരെ മുഴുവൻ അങ്ങേയറ്റം വിഷമത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിന് ദേവസ്വം മറുപടി പറഞ്ഞേ പറ്റൂ. അതിന് നിയമ പോരാട്ടം വരെ നടത്താൻ തയ്യാറായിരിക്കുകയാണ് കേരളത്തിലെ വലിയൊരു ഭക്ത സമൂഹം എന്നുള്ളതാണ് പറയാനുള്ളത്. ശതകോടി ഭക്തരുടെ വികാരമാണ് ഗുരുവായൂർ ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠയും. ഇത് സംബന്ധിച്ച് ആധികാരികമായ വിവരം ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളത് ഗുരുതരമായ കൃത്യവിലോപമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെയാണ് പാതാള അഞ്ജനശിലയും സാളഗ്രാമവും രണ്ട് വസ്തുക്കളാണെന്നിരിക്കെ ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജനം, കൊച്ചി.